യുഎഇയിൽ തണുപ്പ് തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് ഷോപ്പിംഗ് ആണ് ട്ടോ ഇന്ന്. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നില്ല, കാരണം പെട്ടെന്ന് തണുപ്പ് കൂടി. ഹിസൂന് എവിടെയെങ്കിലും പോകാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കൂടെ ഒന്ന് ലുലു പോയപ്പോഴാണെങ്കിൽ ക്രിസ്മസ് ഡെക്കറേഷൻസ് പിന്നെ കുറച്ച് നേരം അതും ചുറ്റിപ്പറ്റി ജിങ്കിൾ ബെല്ലും പാടി നടക്കായിരുന്നു. കാരണം അവൾ കാർട്ടൂണിലൊക്കെ തന്നെ കാണാറുണ്ടല്ലോ. അത് നേരിട്ട് കണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിന്റെ നല്ലൊരു സന്തോഷം അവൾക്കുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് നേരം അവിടെ കടന്ന് തിരിയാൻ പറ്റില്ലല്ലോ, ഷോപ്പിംഗ് ഇല്ലേ. അപ്പൊ പിന്നെ ഉള്ളിൽ കയറി. ഇനി കംപ്ലീറ്റ് എന്റെ റോളാണ്. എന്തൊക്കെയാണ് ഓഫർ നോക്കുക, എന്നിട്ട് അത് കമ്പയർ ചെയ്ത് വാങ്ങുക. അതിന്റെ ഇടയിൽ ഇവിടെ ഒരാളുടെ ഓട്ടം. ഇന്ന് ഏറ്റവും കൂടുതൽ ഓഫർ കിട്ടിയ സംഭവങ്ങളാട്ടോ ഇത്. ഓഫർ പ്രൈസ് കണ്ട് ഇതുവരെ വാങ്ങാത്തൊരു വിശ്വാസം അവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഓരോ സാധനങ്ങളും അങ്ങനെ വീഡിയോ എടുത്ത് ഇടണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇതാണ് കാരണം. കയറുന്ന ടൈമിൽ മാത്രം ആ ട്രോളിയിലിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഇറങ്ങി ഒരൊറ്റ ഓട്ടാ. ലുലുവിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ആകെ ഞാൻ വീഡിയോ എടുത്തത് ഈ തേങ്ങ വാങ്ങുന്നതും പിന്നെ ഫ്രോസൺ ടാപ്പിയൊക്കെ, നമ്മളെ കപ്പ. ബില്ലിംഗ് കൗണ്ടറിൽ പിന്നെ കംപ്ലീറ്റ് കാക്കൂനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. ലുലുവിന്റെ മുറ്റത്ത് തന്നെ ഒരു കുട്ടി പാർക്ക് ഉണ്ട്. ഇപ്പൊ സ്ഥിരം ലുലുവിൽ വന്നാല് കാക്കു ബില്ലാക്കുന്ന ടൈം നമുക്ക് ഇതാ പരിപാടി കേട്ടോ. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ അവള് സ്ലൈഡ് ചെയ്തിട്ടും ഊഞ്ഞാലാടിയിട്ടും ഒക്കെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്നത്തെയും പോലെ ഈ കോയിൻ ഇട്ട് കളിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ അവിടെ. അമ്പൂന് കോയിൻ ഇട്ടിട്ട് ടോയ്സ് എടുക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടാട്ടോ. അതെപ്പോഴും കാക്കുവാണ് ചെയ്തു കൊടുക്കുക. എന്താണെന്ന് അറിയില്ല, എല്ലാ പ്രാവശ്യം ഇപ്പൊ കിട്ടാറുണ്ട് കേട്ടോ. മുൻപൊരു വട്ടം 2 അടുപ്പിച്ച് കിട്ടി. ഇന്ന് ഫസ്റ്റ് ട്രയലിൽ ഒന്ന് കിട്ടിട്ടോ. അപ്പൊ അത് നേരെ ഹെയ്സൂന് കൊണ്ടെടുത്തു. ഈ അമ്പൂന് ഒന്ന് വേണം പറഞ്ഞിട്ട് ഇവര് 4 വട്ടം ട്രൈ ചെയ്തു. 4 കോയിൻ വെറുതെ പോയി. അപ്പൊ ഷോപ്പിങ്ങും കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടു. ആദ്യം തന്നെ നേരെ ഒരു ചായ എടുക്കാൻ പോയിട്ടോ. സ്നാക്സ് ഒന്നും വാങ്ങിയില്ല, കാരണം ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ ടൈം. വീട്ടിലേക്ക് ഭയങ്കര ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡിന്റെ ഡിസ്കഷൻ വന്നപ്പോ തന്നെ വീട്ടില് സാമ്പാറുണ്ട്, ദോശ ചുട്ടേരാന്നൊക്കെ പറഞ്ഞതാ ഞാൻ. അപ്പത്തേനും അച്ഛൻ അമ്പും ഞണ്ട് കറി വേണം പറഞ്ഞിരിക്കണം. എവിടുന്ന പെട്ടെന്ന് ഇപ്പൊ ആഗ്രഹം വന്നാവും. അത് വാങ്ങി വീട്ടിൽ വന്നപ്പത്തേനും ഒരാൾ ഉറക്കൊക്കെ പോയിട്ടോ. പിന്നെ കടന്നൊരു തപ്പലാണ്. തണുപ്പായതുകൊണ്ടേ ഐസ്ക്രീം ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ അച്ചു വാങ്ങിയിട്ടുള്ള ജാർ കേക്ക് എടുത്തിട്ട് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു. ഇതാ നമ്മുടെ ക്രാപ്പ് ചട്ടിക്കറി. അതിലേക്ക് നല്ല നൂൽ പൊറാട്ട ഉണ്ട്, പിന്നെ വെള്ളപ്പം ഉണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ പല റെസിപ്പി നോക്കിയിട്ട് വെള്ളപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ എന്താണെന്നാവോ കിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഹേസിനോട് ഇത് എന്താ ചോദിച്ചപ്പോ നമ്മൾ വല്ലാതെ വാങ്ങാത്ത സംഭവം കേട്ടത്. കണ്ടോ, കാണുമ്പോൾ തന്നെ എന്തോ പോലെ. ഇതിപ്പോ കഴിഞ്ഞ കൊല്ലത്തെ വാങ്ങിയതാണ്. അപ്പൊ ആ ടേസ്റ്റ് കുട്ടികൾക്ക് ഓർമ്മ ഉള്ളതുകൊണ്ടാണ് അവർ വാങ്ങാൻ പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഞാൻ വെറും ഗ്രേവി കൂട്ടി കഴിക്കായിരുന്നു. പിന്നെ ഇടയിൽ എല്ലാവരും കഴിക്കണ്ടപ്പോൾ ഞാനും എടുത്ത് കഴിക്കൽ തുടങ്ങി. ഈ പൈസ കൊടുത്ത് വാങ്ങി അധ്വാനിക്കാൻ പറയില്ലേ, അതാണിത്. എത്ര നേരം ഇരിക്കണം എന്നറിയാം ആദ്യമേ ഒത്തിരി കഴിക്കണമെങ്കിൽ. ചില്ലറ പണിയൊന്നും അല്ല കേട്ടോ. ഹേസോനും ഇഷ്ടമായി. അപ്പൊ പിന്നെ അവൾക്കൊന്നും ഉള്ളിട്ട് കൊടുക്കുക. ഭക്ഷണം കഴിക്കലേനപ്പോ അച്ചു വാങ്ങിയ ജാർ കേക്ക് എടുത്തോട്ടോ. കഴിഞ്ഞ മാസം പോയപ്പോ അവൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അന്ന് വേറെ എന്തോ മധുരം ഉള്ളതുകൊണ്ടാ തോന്നുന്നു അത് വാങ്ങിയില്ല. ഇന്നത് ഓർത്ത് വെച്ചിട്ട് അവൻ വാങ്ങിയതാണ്. അത്ര കഴിച്ചപ്പോൾ ആർക്കും അത് ഇഷ്ടമായില്ല. പക്ഷെ പിറ്റേ ദിവസം ഇതിന് ഭയങ്കര ചെലവായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.